കൺസൾട്ടേഷൻ വരുന്ന മിക്ക പേഷ്യൻസിൻ്റെയും ഡൗട്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് 2 പാർട്ടാണുള്ളത്, എക്സ്ട്രാക്ഷനും ഇംപ്ലാന്റേഷനും. 2 പ്രൊസീജിയറിന് മുന്നേ ആയിട്ട് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ലോക്കൽ അനസ്തേഷ്യ നൽകി കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെയർ എടുക്കുന്ന പ്രോസസ്സ് ആയാലും ഇംപ്ലാന്റേഷൻ ഹെയർ വെക്കുന്ന പ്രോസസ്സ് ആയാലും നമുക്ക് പ്രത്യേകിച്ച് പെയിനോ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ എക്സ്ട്രാക്ഷൻ ആയാലും ഇംപ്ലാന്റേഷൻ ആയാലും ആ ഒരു ഏരിയയിൽ നമ്മൾ നെർവ് ബ്ലോക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ ഡോണർ ഏരിയയിൽ നെർവ് ബ്ലോക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ഏരിയ മൊത്തം അനസ്തറ്റൈസ് ആവും. നെർവ് ബ്ലോക്കിൻ്റെ ആ ഒരു വെരി മിനിമൽ പെയിൻ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. സെയിം തന്നെയാണ് ഇംപ്ലാന്റേഷൻ ചെയ്യുമ്പോഴും, അതായത് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇവിടെ ഒരു നെർവ് ബ്ലോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ട് പുറകിലുള്ള മൊത്തം ഏരിയയും അനസ്തറ്റൈസ് ആവും. അതുപോലെ തന്നെ ഈ നെർവ് ബ്ലോക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൊസീജിയറിൻ്റെ ഏകദേശം ഒരു 1 to 2 hours വരെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ പെയിനോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഒരു പെയിൻലെസ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല, പക്ഷേ ഒരു വെരി മിനിമൽ പെയിൻ ആയിരിക്കും ഉണ്ടാവും.